ഹലോ ഗേസ്, അപ്പോൾ നമുക്ക് ഹോസ്റ്റലിൽ കൊണ്ടുപോകാൻ കുറച്ച് മാങ്ങ പറിച്ചാലോ. അപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ മാങ്ങ പറിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് അച്ചുവാണ്. അപ്പോൾ വിജയകരമായി നമ്മുടെ ആദ്യത്തെ മാങ്ങ ഇതിനിടയ്ക്ക് കാണാതെ പോയിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ തപ്പി എടുത്തിട്ടുണ്ട്. ഈ മാങ്ങയൊക്കെ ഇങ്ങനെ തോട്ടി വെച്ചിട്ട് പറിച്ചിട്ട് കുറച്ച് നാളായതുകൊണ്ട് ബാലൻസ് ചെറുതായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. തൊട്ടപ്പുറത്തെ റോഡും അവിടെ കൂടെ ബൈക്കൊക്കെ പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ച് വേണം പറിക്കാൻ വേണ്ടിയിട്ട്. റോഡിലേക്ക് കൂടെ പോകുന്നവർ ഞങ്ങൾ കാര്യമായി നോക്കുന്നുണ്ടായിരുന്നു. കാരണം ഇതുപോലെ തോട്ടി പോലെ നീളമുള്ള ഞാൻ ഈ തോട്ടിയുടെ പകുതി പോലും ഇല്ലാത്ത കൊച്ചിനെ കൊണ്ട് ഇത്രയും വലിയൊരു തോട്ടി കൊണ്ട് മാങ്ങ പറിക്കുന്ന കണ്ടിട്ടായിരിക്കണം. എന്തായാലും വിജയകരമായി 3 മാങ്ങ എനിക്ക് പറിച്ചു തന്നിട്ടുണ്ടായിരുന്നു. മാവിൽ മാങ്ങ വീണ് തീരാറായിട്ടുണ്ടായതുകൊണ്ട് 2-3 അവിടെ ഇവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു മാങ്ങ നമ്മൾ എത്ര നോക്കിയിട്ട് അത് കുടുങ്ങുന്നുണ്ടായിരുന്നില്ല. കാരണം തോട്ടി അത്ര സെറ്റ് അല്ലാത്തതുകൊണ്ട് നമ്മൾ അടിയിൽ മീൻസ് അതിൻ്റെ ഒരു എൻഡിൽ ഒരു സാധനം വെച്ച് കെട്ടിയിരിക്കുകയായിരുന്നു. അതും ഒരു ഷോൾ വെച്ചിട്ട്. അപ്പോൾ അവൻ പുറത്തിറങ്ങിയിട്ട് പറിക്കാം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയിട്ട് പിന്നെ പറിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൻ തന്നെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവനെ കൊണ്ട് പറ്റത്തില്ലെന്ന് കണ്ടപ്പോൾ തോട്ടി പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും കുറേ നോക്കി, സംഭവം ഉടക്കി കിട്ടുന്നില്ല. അതുകൊണ്ട് പറിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഒരുവിധം അവനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചതുകൊണ്ട് എനിക്കൊരുവിധം പറിക്കാൻ പറ്റി. പക്ഷേ എന്ത് പറ്റി, നമുക്ക് വീഡിയോ കിട്ടിയില്ല. അതുകൊണ്ട് ലാസ്റ്റ് ഇങ്ങനെ താഴെ കിടക്കുന്ന ഒരു ഫോട്ടോ കൂടി ആഡ് ചെയ്തിട്ട് അത് ഞങ്ങൾ പറിച്ചു എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. കുഴപ്പമില്ല, മാങ്ങ വീഴുന്ന കണ്ടപ്പോൾ അവൻ്റെ ശ്രദ്ധ ചെറുതായിട്ടൊന്ന് മാങ്ങയിലേക്ക് ആയിപ്പോയതാണ്. എന്തായാലും ഈ കിടക്കുന്ന മാങ്ങയാണ് നമ്മുടെ 2ാമത്തെ മാങ്ങ. പിന്നെ 3ാമത്തെ മാങ്ങ നമ്മൾ ഏതോ ഒന്ന് തല്ലി പറിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് 3 മാങ്ങകളാണ്. ഇപ്പം നമുക്ക് വീഡിയോ എടുത്ത് മാങ്ങ പറിച്ച് സഹായിച്ച അച്ചുവാണ് ഇത്.